Ladies and gentlemen, welcome to your favorite tech news, Chaya with Tech with Call Me Shazam. ചായ ഞാൻ കുടിച്ച് തീർത്ത് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു, ഞാൻ പക്ഷേ റെക്കോർഡ് നോക്കിയില്ല. അതിനോ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല, എന്ത് ചെയ്യാം. ബട്ട് വെൽക്കം ബാക്ക് ടു യുവർ ഫേവറേറ്റ് ടെക് ന്യൂസ് വൺസ് അഗെയിൻ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. എന്താണെങ്കിലും നമ്മളെ കയ്യിൽ കുറച്ച് ന്യൂസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ചായ കുടിച്ച സ്ഥിതിക്ക് ചായ ഞാൻ അവിടെ വെക്കുകയാണ്. നമുക്ക് എന്തിനായാലും ചടപടയെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോവാം. ആദ്യത്തെ ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മോട്ടോ റേസർ 70 അൾട്ര എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു പടം വന്നിരിക്കുകയാണ്. ആ പടം തൻ്റെ ഈ പടമാണ്, കിടിലം പടമായിട്ടുണ്ട്, നല്ല പടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക എന്നാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഉള്ള ഗ്ലോബലിൽ ഓപ്പോ ഫൈൻഡ് X9 അൾട്രയും വിവോ X300 അൾട്രയും ഇറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു സൂചന ഇവിടെ കിട്ടുകയാണ്. യെസ്, ഗ്ലോബൽ ലെവലിലോട്ട് ഈ രണ്ട് അൾട്ര സീരീസ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇസ് കമ്മിങ്. മറ്റേത് പണ്ട് ചൈനയ്ക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു, ഇനി മുതൽ നമുക്കും കിട്ടുന്നു. ഓപ്പോ ഫൈൻഡ് X9 അൾട്രയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, 10x ഒപ്റ്റിക്കൽ സൂം വരികയാണ്. അതിലെന്തോ ഭയങ്കര തേങ്ങ മാങ്ങ കൊണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ഫോൺ കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കാം. കിട്ടുന്ന സമയത്തും എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മളത് മേടിച്ചത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം X300 അൾട്രയെ പറ്റി പറയാനാണെങ്കിൽ 200 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. പിന്നെ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസിംഗ് ഉള്ള അൾട്രാ വൈഡും വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെയൊക്കെ വീഡിയോ ഫോക്കസ് ആയിട്ടുള്ള സാധനമാണ്, സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റാണ് വരുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വരാൻ പോകുന്നത്. മിക്കവാറും ഈ മാസം അവസാനമായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഗൂഗിളിൻ്റെ ഈ ഗൂഗിൾ ജെമിനൈ ലൈവ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ആ ജെമിനൈ ലൈവ് തുറന്ന് വെച്ചിട്ട് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട്, ജെമിനൈ ഞാൻ എൻ്റെ ഈ കാണുന്ന സാധനങ്ങൾ വെച്ച് എനിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുമോ, ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളാവോ എന്നൊക്കെ പറയുന്ന ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ ഗൂഗിൾ ഇമേജസിലും പതുക്കെ വന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി ജെമിനൈ എടുക്കേണ്ട, നേരെ ഗൂഗിൾ ഇമേജസ് എടുത്താലും അല്ലെങ്കിൽ ഗൂഗിൾ ലെൻസ് എടുത്താലും ഈ പറയുന്ന സാധനത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി തൊട്ട് ഗൂഗിളിൻ്റെ അടുത്ത് ചോദിക്കാം, ഗൂഗിൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ കൊള്ളാവട്ടെ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിത്തുള്ളിയൊക്കെ നിൽക്കാം. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൂഗിൾ ഒരു ഗംഭീര സാധനമായിട്ട് വരുന്നുണ്ട്. ഗൂഗിളിൻ്റെ ടെർബോ ക്വാട്ട് എന്തോ ആണ് കേട്ടോ, പേര് വായിക്കൊള്ളണില്ല. ഈ ഒരു ഫീച്ചറിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എൻ അൽഗോരിതം വിച്ച് ഇസ് ഗോയിങ് ടു മേക്ക് യുവർ AI സെർച്ച് പരിപാടി സിംപ്ലർ ആൻഡ് കൺസ്യൂം ലെസ് പവർ. അതായത് ഇപ്പോൾ തന്നെ ഈ ഒരു സാധനം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ, ഗൂഗിൾ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. $350 ആയിരിക്കുകയാണ് LPDDR5 റാം, ഏത് ക്രോസ് എയറിൻ്റെ റാം 32 GB. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഇത് വന്നതുപോലും ഇല്ല, ജസ്റ്റ് ഇൻ പേപ്പർ റിസർച്ചിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചടയെന്ന് പറഞ്ഞ് കുറഞ്ഞു. അതായത് ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള AI റിസർച്ചസ് ഇല്ലേ, ആ സാധനത്തിന് ഇനി കുറഞ്ഞ് റാമുകൾ മതി എന്നുള്ളതാണ് സന്തോഷ വാർത്ത. പക്ഷേ കൂടിയ AI പരിപാടികൾ ചെയ്യാനായിട്ട് ഹെവി ആയിട്ടുള്ള റാമുകൾ തന്നെ വേണം, പവറും വേണം. പക്ഷേ 6% അല്ലെങ്കിൽ 6 ടൈമോളം ഈ പറയുന്ന പവർ കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് ഇവർക്ക് പറ്റിയെന്നാണ് പറയുന്നത്, ഈ ഗൂഗിളിൻ്റെ ടെർബോ ക്വാട്ട് എന്ന് പറയുന്ന അൽഗോരിതം വെച്ച്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ അൽഗോരിതം വരികയാണെങ്കിൽ നമ്മുടെ പഴയ റാം പ്രൈസിലോട്ടൊക്കെ ഇത് പോകുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അത് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ സോണി അവന്മാരാണ് നമുക്ക് ഈ ക്യാമറയിലൊക്കെ ഇടണം മറ്റേ മെമ്മറി കാർഡൊക്കെ ഉണ്ടാക്കണത്. മെമ്മറി കാർഡ് ഉണ്ടാക്കണം നിർത്തി, അവന്മാർക്ക് നഷ്ടത്തിലാണെന്ന്. അതുകൊണ്ട് അതായത് സാധനം കിട്ടാനില്ല, ഈ സാധനം ഉണ്ടാക്കാനുള്ളത് എല്ലാം ഹൈ ഡിമാൻഡഡ്. SSDയുടെയൊക്കെ വില ഞാൻ ചുമ്മാ അറിയണമല്ല. ഞാൻ പണ്ട് വാങ്ങിച്ച ഒരു 2 ടെറാബൈറ്റിൻ്റെ ഒരു സാംസങ്ങിൻ്റെ SSD അന്ന് വാങ്ങിച്ചപ്പോൾ 10,000 രൂപയായിരുന്നു. ഇപ്പോൾ ആ സെയിം സാധനം മേടിക്കാൻ 32,000 രൂപയാണ്. അതാണ് അവസ്ഥ. അപ്പോൾ എന്തിനാണെങ്കിലും ക്യാമറ, നമ്മുടെ വീഡിയോയും ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർക്ക് ഇതൊരു വല്ലാത്തൊരു ശോക ന്യൂസാണ്. ഇപ്പോൾ കോമ്പറ്റീഷനിൽ സോണി ഇല്ല. ആകെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് XR സാൻഡിസ്കൊക്കെ ഉള്ളൂ, കിങ്സ്റ്റണും കാണുമെന്ന് തോന്നുന്നു. ബാക്കിയുള്ളവന്മാരൊക്കെ നല്ല സോണിയൊക്കെ തന്നെ വലിയ പ്ലെയേഴ്സാണ്. വേറൊരു കേസുണ്ട്, സോണിയുടെ PS5 എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിംഗ് കൺസോളുണ്ട്, വില കൂട്ടി ഏകദേശം $100-150 കൂട്ടിയിരിക്കുകയാണ്, ഡിസ്കിനും മറ്റേ ഡിജിറ്റൽ വെർഷനും. ഈ PS5 Pro എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, $900 എന്ന് അതിൻ്റെ വില. ഞാനിങ്ങനെ കുറച്ച് നേരം ഒന്ന് അതിൽ നോക്കിയിരുന്നു, $900 എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോക്കെന്ന്
അറിയാവൂ. അതേപോലെ വാട്സാപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് iOS-ൽ. നിങ്ങൾക്ക് ഇനി ഒരേ സമയത്ത് തന്നെ 2 വാട്സാപ്പ് അക്കൗണ്ട് സൈമിൾട്ടേനിയസ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ. അത് ആൻഡ്രോയിഡിലുണ്ടായിരുന്നു, അത് മറ്റേ ഐഫോണിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ്. അതേപോലെ റിയൽമി 16 5G എന്ന് പറയുന്നൊരു ഫോൺ ഏപ്രിൽ 2 ലോഞ്ച് ആവുന്നുണ്ട്. ഒരു വളരെ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മിക്കവാറും ഈ ഫോൺ 30,000 രൂപയ്ക്കായിരിക്കും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് പ്രൈസ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് വർത്ത് ഇറ്റ്. പേഴ്സണൽ അഭിപ്രായമാണ്. വലിയ ബാറ്ററിയും 50 മെഗാ പിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും വലിയ mAh ബാറ്ററിയൊക്കെ വെച്ച് വരുന്നൊരു ഫോണാണ്, പക്ഷേ നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അതേപോലെ തന്നെ വിവോയുടെ V70 FE എന്ന് പറയുന്നൊരു ഫോൺ വരുന്നുണ്ട്. ഡിമെൻസിറ്റി 7630 ചിപ്സെറ്റും ബാക്കിൽ 200 മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലും 1.5K റെസൊല്യൂഷൻ വരുന്നൊരു ഡിസ്പ്ലേയും 7000 mAh ബാറ്ററിയും ഒക്കെ വെച്ചാണ് വരുന്നത്. അതും 30,000-നായിരിക്കും റിലീസ് ആകാൻ പോകുന്നത്. ഈ സെയിം ഫോൺ ദുബായിലും ലോഞ്ചുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഏപ്രിൽ 2 ഇറങ്ങാൻ പോകുന്ന ഫോണുകൾ. അതേപോലെ തന്നെ DJI Aventa 360 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രോൺ ലോഞ്ച് ആയിരിക്കുകയാണ്. ഈ ഡ്രോണിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 360 ഡിഗ്രി വീഡിയോ എടുക്കാൻ പറ്റും. 8K 60 FPS വരെ സപ്പോർട്ടുണ്ട്. പിന്നെ ഒരു ഫുൾ ചാർജിന് 25 മിനിറ്റ് പറന്ന് നടക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ വില 400 യൂറോയോ 450 യൂറോയോ അങ്ങനെ എന്തൊരുമാണ് കേട്ടോ. പിന്നെ പല ഇതൊക്കെ ഉണ്ട്. കോംബോ, മറ്റേ കോംബോ, ക്രിയേറ്റർ കോംബോ, തേങ്ങ മാങ്ങ, റിമോട്ടുള്ള കോംബോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ അനുസരിച്ച് വില കൂടും. സംഭവം ഇത്രയേ ഉള്ളൂ. മെഗാ ഒരു സാധനമാണ്. 1 ഇഞ്ച് ടൈപ്പ് സെൻസറാണ് വരുന്നത് ഈ ഡ്രോണിൻ്റെ അകത്ത്. അപ്പോൾ ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാനുള്ളവർക്ക് എടുക്കാം. പിന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളത് സാംസങ്ങിൻ്റെ ഗജഗംഭീര ഫോണുകൾ ഇറങ്ങിയിരിക്കുകയാണ്. സാംസങ് A37ഉം A57ഉം ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. 56,000 രൂപയ്ക്ക് വേറെ ഫോണുകൾ കിട്ടുമെന്ന് മാത്രം ഞാനിവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുകയാണ്. വിവോരെ ഇപ്പോൾ പറയും ഞാൻ വിവോരെ മറ്റേ വിവോ V70 Elite എന്ന് പറഞ്ഞൊരു ഫോണ്, ഐക്യു 15R നല്ലതാണ്, OnePlus 15R നല്ലതാണ്, OnePlus 13R നല്ലതാണ്. ഇപ്പോൾ ഇറങ്ങിയ നത്തിങ് ഫോൺ 4A Pro വരെ ഈ ഒരു ഫോണെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അതാണ് എനിക്കിവിടെ ഞാൻ പറഞ്ഞാൽ കൂടി പോകും എഗെയിൻ. പക്ഷേ 56,000 രൂപയ്ക്ക് ആ ഫോണില്ല. ഞാൻ പറയാം, നാട്ടുകാർ മിക്കവാറും ചെരുപ്പൂരി അടിയും. അപ്പോഴത്തേക്കും മതിയാവും. എന്തിനാണെങ്കിലും അത് ഉടനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ വേറൊരു ന്യൂസ്, ആപ്പിളിൻ്റെ അടുത്ത വർഷത്തെ ഫോണിൽ 200 മെഗാ പിക്സലിൻ്റെ സെൻസർ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ട്. മിക്കവാറും ഈ സാധനം സാംസങ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ക്യാമറ 200 ആക്കാൻ വേണം, 200 മെഗാ പിക്സൽ. പണ്ട് മെഗാ പിക്സലൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറേ ചേട്ടന്മാരുണ്ട്. അവർക്ക് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ WWDC വരികയാണ്. ജൂൺ 8 തൊട്ട് 12 വരെയാണ്. മറ്റേ iOS 16 പുതിയ iOS, macOS, watchOS എല്ലാ OS ഇറങ്ങുന്ന ഒരു ഡെവലപ്പേഴ്സ് കോൺഫറൻസ് ആണിത്. എനിക്കിവിടെ പറയാനുള്ളത്, ദൈവത്തിന് ഓർത്ത് ആ iOS-ൻ്റെ ബഗ്ഗൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം കേട്ടോ. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു മോനെ, ഒരു കാര്യമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആപ്പിൾ എന്നൊക്കെ പറയുമ്പം സോഫ്റ്റ്വെയർ കിങ് ആയിരുന്നു. ഇപ്പം ഒന്നും പറയാനില്ല. അത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം കേട്ടോ, ഭയങ്കര ബഗ്ഗാണ്. അത്യാവശ്യം കുറച്ചുണ്ട്, എസ്പെഷ്യലി കീബോർഡും മറ്റേ ക്യാമറ ആപ്പിൽ. പിന്നെ ആപ്പിളിൻ്റെ എയർപോഡ്സ് മാക്സ് 2 എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട സാധനം ഇറങ്ങിയിട്ടുണ്ട്. 67,000 രൂപയാണ് എൻ്റെ വില വരുന്നത്. അതോടെ തമ്മിൽ നമ്മളൊക്കെ മേടിക്കാൻ ഉള്ളവരെയൊക്കെ മാനത്ത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. രണ്ടാമത്തെ കാര്യം, ഇൻറ്റേർണലി എല്ലാം മാറ്റി, എക്സ്റ്റേർണലി ഒന്നും മാറ്റിയില്ല, പഴയ ഡിസൈൻ തന്നെ. ഈ സാധനത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെ ഡിസൈനാണ്. എസ്പെഷ്യലി അതിൻ്റെ ഈ ക്ലാമ്പിംഗ് ഫോഴ്സും ഹെവിനെസ്സും അതിപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ആപ്പിളിൻ്റെ വിചാരം അതെന്തൊരു മുൾക്കിരീടം വെച്ചുകൊണ്ട് നടക്കുന്നത് എന്തോ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണെന്നാണ്. നിങ്ങൾ ഈ സാധനം റിയാലിറ്റി യൂസ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ പ്ലെയിനിലൊക്കെ ഇരിക്കൂലേ, കുറച്ച് നേരം കഴിയുമ്പോൾ ചെവിയും തലയൊക്കെ വേനിച്ചു തുടങ്ങും. അതാണ് നമ്മൾ ഡിസൈൻ മാറ്റാൻ പറഞ്ഞത്. ആര് കേൾക്കാൻ? അതിന് കേൾക്കാനായിട്ട് മറ്റേ അവിടെ ചെവിയുള്ള ഏവനെങ്കിലൊക്കെ വേണം R&Dയിൽ. അവൻ നോക്കിയപ്പോൾ നമുക്ക് എൻ്റെ എക്സ്റ്റേണലി സൗണ്ട് ക്ലാരിറ്റിയും ANC ഒക്കെ കൂട്ടാം. അതാണ് നാട്ടുകാർക്ക് വേണ്ടതെന്നാണ് അണ്ണൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണെങ്കിലും ചിലപ്പോൾ മേജർ ഓഡിയൻസിന് അതായിരിക്കും അവർ ചോദിച്ചാണ്. ഈ ബ്രാൻഡുകളെല്ലാം അവരെ കസ്റ്റമർ ബേസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയണത്. എനിക്കറിഞ്ഞുകൂടാ, ആയിരിക്കും. അപ്പോൾ അവർ പറഞ്ഞാണ് നമുക്ക് ഡിസൈനിൽ ഒരു മാറ്റം വേണ്ട. മറ്റേ ബ്രേസിയർ പോലത്തെ മറ്റേ കേസൊക്കെ തന്നെ ഇപ്പോഴും ക്യാ അവരാത് ഹേ ഭായി. അതേപോലെ OnePlusൻ്റെ കേസ് നമുക്ക് സംസാരിക്കാൻ ഗൈസ്. OnePlus നിങ്ങൾ നേരത്തെ കേട്ടത് ശരിയാണ്. അമേരിക്കയിലും യൂറോപ്പിലും അവന്മാരുടെ പരിപാടികൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ഓപ്പറേഷൻസ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പേടിക്കണം. നിങ്ങൾ ഫോൺ എടുത്തവരാണ്, നിങ്ങൾക്ക് സർവീസും അതേപോലെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
ഇന്ത്യയിലും ചൈനയിലും മാത്രമായിട്ട് ഇവർ ഈ ഒരു സാധനം ചുരുങ്ങാൻ പോവുകയാണ്. ഇന്ത്യയിലും ഒരുപാട് പരിമിതികൾ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങളിപ്പോൾ തന്നെ കൊച്ചി ഷോറൂമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷോറൂം ഇല്ല. അതായത് റീറ്റെയിൽ പരിപാടിയാൾമാർ പതുക്കെ എല്ലാം നല്ല രീതിയിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ. അതായത് ഇനി മുതൽ പണ്ടത്തെ പോലെ OnePlus വിൽ ബി ഒൺലി എക്സ്ക്ലൂസീവ് ഓൺലൈൻ. അതായത് നമ്മളെപ്പോലത്തെ എന്തൂസിയാസ്റ്റുകൾക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ. ബിക്കോസ് ജനറൽ ഓഡിയൻസ് നമ്മളുടെ ഈ വീഡിയോ ഒന്നും കാണാറില്ല. അവരെന്ന് പറയണത് പോകുമ്പം അവിടെ ഓപ്പോയിലിരിക്കണവൻ ഓപ്പോരെ പുതിയ ഫോൺ 50,000 എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് നാട്ടുകാർ എടുക്കും. ബിക്കോസ് അവരാരും നമ്മൾ ഈ വീഡിയോ കാണില്ല. നമ്മൾ പറയുന്നുണ്ട് OnePlusൽ ബ്ലോട്ട് വെയർ ഇല്ല, ആഡില്ല, കിടില എക്സ്പീരിയൻസ്, കിടില പെർഫോമൻസ് എന്നൊക്കെ പറയണത്. നിങ്ങൾ കേൾക്കും, വേറെ ആരും കേൾക്കൂല. അപ്പോൾ ഈ കേൾക്കണവരെന്ത് ചെയ്യും? ഓൺലൈനിൽ പോയിട്ട് OnePlus മേടിക്കും. ഓഫ്ലൈൻ മാർക്കറ്റ് ഇസ് ഹ്യൂജ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവൽ ഹ്യൂജാണ് ഓഫ്ലൈൻ മാർക്കറ്റ്. അതുകൊണ്ടാണ് സാംസങ്, ഓപ്പോ, വിവോയൊക്കെ ഇപ്പോഴും കഞ്ഞിയും കുടിച്ച് പോകണത്. ഇല്ലായിരുന്നെങ്കിൽ ആൾക്കാർ വേറെ ഏതൊക്കെ ഫോൺ എടുക്കുന്നത്. പിന്നെ ഐഫോണിന് ഒരു ബ്രാൻഡ് വാല്യൂവും മറ്റേ ആൾക്കാർക്ക് മേടിക്കാനുള്ള ദ്വരയും ഉള്ളത് കൊണ്ട് 1,00,000 മുകളിൽ അല്ലെങ്കിൽ ഒരു 75,000 മുകളിൽ ആൾക്കാർ ഐഫോണേ എടുക്കും. അതിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാം, ഭയാനകമായിട്ട് ആൾക്കാർ സ്വിച്ച് ചെയ്യുന്നുണ്ട് ഐഫോണിലോട്ട് ഇനി എന്തൊക്കെ വന്നാലും. അപ്പോൾ എന്താണെങ്കിലും OnePlusൻ്റെ കേസ് അതാണ്. ആൻഡ് മോർ ഓവർ ഇപ്പോൾ നിങ്ങൾ വേറൊരു ന്യൂസും കണ്ടാണ്. OnePlusൻ്റെ സർവീസ് സെൻറ്റർ മാത്രമല്ല, ഓപ്പോയുടെ സർവീസ് സെൻറ്ററിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ OnePlus ഫോൺ കൊണ്ടുപോകാമെന്ന്. അത് ഇൻഡയറക്റ്റ്ലി പറയണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ OnePlusൻ്റെ സർവീസ് സെൻറ്ററും ക്ലോസ് ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ OnePlusൻ്റെ സർവീസ് സെൻറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഓപ്പോയിലോട്ട് പോകാം. യു അണ്ടർസ്റ്റാൻഡ് ദ പരിപാടി? യാ, ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ഈ സാധനം പോകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ തന്നെ അവർ ഏപ്രിൽ 7 OnePlusൻ്റെ Nord 6 ലോഞ്ച് ആവുന്നുണ്ട് വിത്ത് റിയലി ഗുഡ് പെർഫോമൻസ് ആൻഡ് റിയലി ഗുഡ് ഫോൺ. ബട്ട് ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ബി അവൈലബിൾ ഓൺലൈൻ. Can't do anything guys. That's how it thinks. നല്ലൊരു ബ്രാൻഡായിരുന്നു. ഐ ലവ്ഡ് OnePlus. ഇറ്റ് വാസ് വെരി നൈസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ പോകുന്നു, എനിക്ക് ഇന്ന ഫോൺ വേണമെന്ന് പറയുന്നു. അവർ പറയും അയ്യോ ഈ ഫോൺ ഇവിടെ ഇല്ല, അതിന് പകരം അതേപോലത്തെ വേറൊരു ഫോൺ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് സെയിൽസിലെ ചേട്ടൻ പറയും. സെയിൽസിലെ ചേട്ടന്മാരുമായിട്ട് എനിക്ക് ചെറിയൊരു ചൊറിയുണ്ട്, ഞാനത് പറയുന്നില്ല. എന്തെങ്കിലുമൊക്കെ ജീവിച്ച് പോകണമെങ്കിൽ പോഴക്കും, പക്ഷേ ഞാൻ മിണ്ടുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും OnePlus പതുക്കെ ഗ്ലോബൽ ആൻഡ് യൂറോപ്പിലുള്ളവർക്കൊക്കെ OnePlus ഇനിയില്ല. ഇനി ഒൺലി ഓൺ ചൈന ആൻഡ് ഇന്ത്യ. അതേപോലെ സാംസങ്ങിൻ്റെ ഫോൾഡ് സീരീസ് വരാൻ പോവുകയാണ്. 8ഉം വൈഡും എന്ന് പറയുന്ന 2 സാധനമാണ് പറഞ്ഞത്. ഈ വൈഡ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സെയിം ഡൈമെൻഷൻ, അതാണ് സാധനം. ആപ്പിൾ ഇറക്കുന്നതിന് ഒരുപാട് മുന്നേ നമ്മൾ ഇറക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് സാംസങ്ങിൻ്റെത്. അവന്മാർ ഇറക്കാൻ പോകുന്നത്. 2 ഫോൾഡ് ഈ പ്രാവശ്യം ഇറങ്ങുന്നുണ്ട്, ഫോൾഡബിൾ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇതാണ്. പിന്നെ നിങ്ങൾ ആപ്പിൾ മാപ്സ് യൂസ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ഇനി തൊട്ട് ആഡ്സ് വരുന്നതായിരിക്കും. ഈ ആഡ്സ് എന്ന് പറയുന്നത് മറ്റേ ചാപ്പിളിയും ചൂപ്പിളി ആയിട്ടുള്ള ആഡ്സ് അല്ല. നിങ്ങളുടെ ബിസിനസ്, അതായത് നിങ്ങളിപ്പോൾ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് ഷോപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ അടുത്ത് പോയിട്ട് കാശ് കൊടുത്ത് നമ്മൾ ആഡ്സ് ഒന്ന് കാണിച്ചു തരണേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പൈസ കൊടുത്തിട്ടുള്ളവരാണ്, നിങ്ങൾ മറ്റേ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ആദ്യം നിങ്ങളുടെ സ്ഥലം വരും. അതാണ് ആപ്പിളിൻ്റെ ആഡ്സ് വരുന്നു. US-ലും കാനഡയിലും പതുക്കെ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റ് പ്ലേസ് നിങ്ങൾക്ക് ആർക്കും യൂട്ടിലൈസ് ചെയ്യാം. അതായത് ലോക്കൽ ബിസിനസ്സിനെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പൈസ കൊടുക്കുക, നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരാം. അതാണ് ഈ ആഡ്സ്. അല്ലാതെ മറ്റേ വിച്ച് ഗാർഡിൻ്റെ പരസ്യമല്ല, മനസ്സിലായില്ല, ആരും അത് പേടിക്കേണ്ട. പക്ഷേ ആഡ്സ് ഇസ് കമ്മിങ് ടു ആപ്പിൾ മാപ്സ്. അതേപോലെ Honor 600 എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങാൻ പോകുന്നുണ്ട്. Honor 600 സീരീസ് ആപ്പിളിൻ്റെ അതേ ഡിസൈൻ വെച്ചിട്ടുള്ളൊരു 2 ഫോണുകളാണ് ഇറങ്ങാൻ പോകുന്നത്. Honor 600ഉം 600 Proയും. സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ്, 200 മെഗാ പിക്സൽ, വലിയ ബാറ്ററി, തേങ്ങ മാങ്ങയൊക്കെ വെച്ചിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. സോ ഇത് നമ്മുടെ നാട്ടിൽ വരില്ല ഒബ്വിയസ്ലി. ദുബായിലുള്ളവർക്ക് ഈ സാധനം വരുമായിരിക്കും. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോർട്ടൊന്ന് ഓപ്പൺ ചെയ്യണം, എന്നാൽ മാത്രമേ പുതിയ ഫോണും കാര്യങ്ങളും ഒക്കെ വരുള്ളൂ. ഞാൻ തന്നെ ഒരുപാട് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇനി ഈ ഇടക്കാലത്ത് കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതേപോലെ റെഡ്മിയുടെ Note 15ൻ്റെ ഒരു പുതിയ കളർ വന്നിരിക്കുന്നത്, ചുമല കളറിൻ്റെ ഫോട്ടോ ദാണ്ട് ഇതാണ്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഐക്യൂൻ്റെ അടുത്തൊരു കാര്യം പറയാനുള്ളത്. അതിൻ്റെ പൊന്ന ഐക്യൂ, ഇതാണ് iQOO 15.
നമ്മളെ പോലത്തെ കുറേ പാവപ്പെട്ടവന്മാർ ഈ കളർ മേടിച്ച് എന്താണെന്ന് അറിയുമോ? കറുപ്പ് ഒരു ലുക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പോഴാണ് ആ ചൈനയിൽ കിടിലോ, ഞാൻ കണ്ട സാധനമാണ്, കിടിലോ കളറായിരുന്നു, ഈ സാധനം ഉടനെ ഇറക്കാൻ പോകണമെന്ന്. അപ്പോൾ ഈ വെള്ള ഫോൺ മേടിച്ചവന്മാരാരായി? എന്തിനാണ് ബ്രാൻഡിങ്ങിനെ കാണിക്കുന്നത്? നിങ്ങളൊന്നെങ്കിൽ ഇറക്കരുത്. എനിക്ക് ആ കളറ് ഭയാനകമായി വേണമായിരുന്നു. ഇനി ഞാൻ ഇത് ഉള്ള പൈസയ്ക്ക് വിറ്റിട്ട് അതെടുക്കണോ? എന്തൊരു അതേപോലെ അങ്ങ് ചൈനയിൽ OnePlus 15T എന്ന് പറയുന്ന ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നമ്മളെ നാട്ടിലിറങ്ങിയ 13S എന്ന് പറഞ്ഞ ഫോണിൻ്റെ സക്സസറാണ്. അടിപൊളി ഫോൺ കേട്ടോ. അതിൽ പക്ഷേ അൾട്രാ വൈഡിൻ്റെ ലെൻസ് ഇല്ല. ടെലിഫോട്ടോ 3.2 ടെലിഫോട്ടോയും ഒരു നല്ലൊരു മെയിൻ സെൻസർ 50 മെഗാ പിക്സലിനെ വരുന്നുണ്ട്. വലിയ ബാറ്ററി, വയർലെസ് ചാർജിങ്, ചെറിയ ഫോം ഫാക്റ്റ്, കിട്ടുന്ന ഡിസ്പ്ലേ, എല്ലാ രീതിയിലും കൊള്ളാം. പക്ഷേ ഈ ഫോൺ നാട്ടിലിറങ്ങുന്ന പ്രതീക്ഷ ഞാൻ ഇപ്പോഴത്തെ OnePlusൻ്റെ അവസ്ഥയിൽ നടക്കില്ല, ഒരു കാര്യമില്ല. ഞാൻ അപ്പോൾ എന്തിനാണെങ്കിലും ചൈനയിൽ OnePlus 15T ഇറങ്ങിയിരിക്കുകയാണ്. അതേപോലെ ഐക്യൂൻ്റെ Z11 ചൈനയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ബിഗർ ബാറ്ററി, 9000 mAh ബാറ്ററി, ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റ്, വാൻസീൻ ഏത് ചിപ്സെറ്റായി? ഡിമെൻസിറ്റിയുടെ ഡിമെൻസിറ്റി 8500 വരെ ചിപ്സെറ്റാണ് വരുന്നത്. ഒക്കെ വെച്ചിട്ട് ഒരു സാധനം പറഞ്ഞാൽ ഇത് മിക്കവാറും ഇന്ത്യയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിൽ വരുമ്പം കുറച്ചൊക്കെ സ്പെക്ക് മാറും. മിക്കവാറും 30,000 രൂപയ്ക്ക് ഇറങ്ങുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഞാനിത് പണ്ട് എൻ്റെ ഒരു ചായവിത്തേക്ക് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഞാനിത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗൂഗിളിൻ്റെ ഫോണിൽ നിന്നും ഐഫോണിലോട്ട് ക്വിക്ക് ഷെയർ വെച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഞാനിത് പറഞ്ഞായിരുന്നു ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോൺസിൽ ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ആദ്യത്തെ സെറ്റപ്പായിട്ട് സാംസങ്ങിൽ വന്നിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ S26 സീരീസ് യൂസ് ചെയ്യുന്നവർക്ക് പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐഫോണിൽ നിന്നും എയർ ഡ്രോപ്പ് ക്വിക്ക് ഷെയർ വെച്ചിട്ട് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഗ്രേറ്റ്. പതുക്കെ ബാക്കിയുള്ള ബ്രാൻഡ്സിലും ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് തിങ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതേപോലെ Oppo Find N6 എന്ന് പറഞ്ഞൊരു ഫോൾഡബിൾ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ് വിത്തൗട്ട് ക്രീസ്. അതായത് ക്രീസ് ഉണ്ട് എന്നാൽ പോലും അത്ര എവിഡൻ്റ്ലി അല്ലാതെ അവരൊരു 3D പ്രിൻ്റ് ചെയ്തിട്ടുള്ള ലിക്വിഡ് പരിപാടി വെച്ചിട്ട് ഈ പറയുന്ന ക്രീസിൽ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എവിഡൻ്റ്ലി നിങ്ങൾക്ക് ക്രീസ് കാണാത്തൊരു സംഭവമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് യൂസ്ഡ് കുറച്ചും കൂടെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഗ്ലാസ് ഓൺ ദ ഇൻസൈഡ്. അപ്പം നിങ്ങൾ എത്ര നാൾ ഇത് അടച്ചോ തുറന്നോ ഒക്കെ ചെയ്താൽ പോലും നടുക്ക് ക്രീസ് വരത്തില്ല എന്നാണ് പറയുന്നത്. 1 മില്യൺ ഫോൾഡ് വരെയൊക്കെയാണ് അവർ പറഞ്ഞേക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സാംസങ്ങിനൊരു വലിയ നാണക്കേടാണ്. അവന്മാർ കൊണ്ടുവന്നത് ഇവന്മാരാണ് ഈ ടെക്നോളജി. പക്ഷേ നേരാവണ്ണം ഇപ്പം അടിപൊളിയായിട്ട് ചെയ്യണത് ഇവന്മാരാണ്. ഈ സാധനത്തിൽ മറ്റേ പേനയുടെ സപ്പോർട്ടും ഉണ്ട് ഈ ഒരു ടാബിൽ. സാംസങ്ങിൽ അതൊക്കെ എടുത്ത് കളഞ്ഞു, സ്ലിം ആക്കാൻ വേണ്ടിയിട്ടൊന്നും. അപ്പോൾ എന്തിനാണെങ്കിലും Find N6 പൊളിച്ച്. അതേപോലെ സാംസങ്ങിൻ്റെ ഗാലക്സി ബുക്ക് 6 വരുന്നുണ്ട്. അതായത് സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് ഉണ്ട്. 6 Pro 6 Ultra എന്ന് പറഞ്ഞിട്ടുള്ള 3 വേരിയൻ്റാണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 1.2 lakhs തൊട്ട് 2.5 lakhsലാണ് അൾട്ര വന്ന് നിൽക്കുന്നത്. വേണ്ടവർക്ക് പോയി മേടിക്കാം. ഞാൻ ഒരിക്കലും സാംസങ്ങിൻ്റെയൊക്കെ ലാപ്ടോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഈക്കോ സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതായത് നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോണും ലാപ്ടോപ്പും വേണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ളവർക്ക് മേടിക്കാം. അതർ ദാൻ ദാറ്റ് ദർ ആർ അതർ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. സോ ഗെറ്റ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. അതിന് 1.2 lakhsനൊക്കെ. പിന്നെ ഐഫോണിൽ മറ്റേ സാധനം ഡൈനാമിക് ഐലൻഡിൻ്റെ സാധനം ചുരുക്കാൻ പോകണമെന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. റൂമറാണ്, വേണം ചിലപ്പോൾ വരുമായിരിക്കും. അതായത് ഡൈനാമിക് ഐലൻഡ് സൈസ് ഉണ്ടല്ലോ അതിനെ ചെറുതാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റേ മാക് ബുക്കിൻ്റെ അൾട്ര എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ടച്ച് സ്ക്രീനും വയലറ്റ് ഡിസ്പ്ലേയും ഡൈനാമിക് ഐലൻഡൊക്കെ വെച്ചിട്ട് ഏറ്റവും ജമൻജണ്ടാങ്കി അവരെ M സീരീസ് ചിപ്സെറ്റൊക്കെ വെച്ചിട്ടൊരു അൾട്ര എന്ന് പറയുന്ന മാക് ബുക്ക് വരുന്നത്. ഇതൊക്കെ റൂമറാണ് കേട്ടോ, ചിലപ്പോൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിളിൻ്റെ ലോകത്തുള്ള ന്യൂസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 14 വയസ്സിന് താഴെയുള്ളവർക്ക് ഇനി തൊട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആക്സസ് ഇല്ല. യു ആർ ബാൻഡ് ഫ്രം യൂസിങ് സോഷ്യൽ മീഡിയ. ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ, ഓസ്ട്രേലിയ അല്ല, ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും ഇത് ലോകമൊട്ടാകെ ഇത് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ബാൻ. അതായത് അണ്ടർ ഏജ്ഡ് ആയിട്ടുള്ള പിള്ളേർക്ക് സോഷ്യൽ മീഡിയ വേണ്ട, ബാൻ എന്ന് പറയുന്നൊരു സാധനം എല്ലാ രാജ്യക്കാരും ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും അടുത്ത് വരാമെന്ന് അമേരിക്കയിലായിരിക്കും. യെസ്, ബിക്കോസ് അവിടെ തന്നെ ഇപ്പോൾ ഒരുപാട് പാരൻസ് ഇറങ്ങിയിട്ടുണ്ട് തെരുവിൽ. അതായത് അവരുടെ കുട്ടികൾ ഭയാനകമായി ഇതിൽ ഇൻഫ്ലുവൻസ് ആവുന്നു. അവർ ദേ ആർ ഗെറ്റിംഗ് വെരി ടെൻസ്ഡ്. സോ ഇങ്ങനത്തെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിൽ മിക്കവാറും അത് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചൈനയിൽ തന്നെ ഒരുപാട് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പല രാജ്യങ്ങളും കുട്ടികൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണ്ട എന്നങ്ങ് തീരുമാനിക്കും.
എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ന്യൂസ് ഇവിടെ തീരുകയാണ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ഇതോടെ ന്യൂസ് കഴിയാണ്. നിങ്ങൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും കേൾക്കണമെന്നൊന്നുമില്ല. ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്നെ അറിയാം, ഞാൻ എന്താണെന്നറിയാം. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, ഒരുപാടല്ലെങ്കിൽ പോലും ഒരുപാടല്ല, അത്യാവശ്യം കുറച്ച് പേര് എന്നെ ഒരു സാധനം പറയുന്നുണ്ട്. എനിക്കത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അത് എന്തുകൊണ്ട്, അതിൻ്റെ ഈ മൂർധാവ് എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ തന്നെ ഉള്ളൊരു ചേട്ടൻ വന്നിട്ട് ഞാൻ എന്തൊരു ഇറാൻ്റെ ആൾക്കാർ സെലക്റ്റീവ് ഞാൻ എന്തൊരു പറഞ്ഞു തന്നു, അതായത് ഞാൻ ഇറാനിലുള്ളവരെ മാത്രമേ പറഞ്ഞുള്ളൂ എന്ന്. എൻ്റെ പൊന്ന് സഹോദര, ഞാൻ 21-ാം തീയതിയാണ് നാട്ടിലെത്തിയത്. അതിന് മുന്നേ ഞാൻ എവിടെയായിരുന്നു അണ്ണനെ അറിയൂ? അണ്ണനെ വല്ല പിടിയുണ്ട്, വല്ല അറിഞ്ഞിട്ടാണ് ഈ വരുന്നിട്ട് കുണയ്ക്കണത്? അണ്ണനെ പോലെ അല്ല ഞാൻ. അണ്ണൻ മറ്റേ ഈ ലോകം എന്തിനാണ് നടക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വലിയ മൈക്കും വെച്ചിട്ട് ഇരുന്ന് ഗുണമെന്ന് പറയണമല്ല. മനസ്സിലായോ? എനിക്കിവിടെ ഒരു കുടുംബം നോക്കണം, നിന്നെ പോലെ അല്ല. ഞാൻ നോക്കാറുമുണ്ട് കേട്ടോ. അതുകൊണ്ട് ദൈവത്തിനോ ഓർത്ത് എന്നെ ഉണ്ടാക്കാൻ വരല്ലേ. ഞാൻ എന്തിനാണത് പറഞ്ഞതെന്ന് നിനക്ക് ഒന്ന് നീ അത് പോയി നോക്കണമായിരുന്നു. ഞാൻ എന്തിനായിരിക്കും അത് പറഞ്ഞതെന്ന്. ഞാൻ ദുബായ് എന്ന് പറഞ്ഞ രാജ്യത്താണ് ജീവിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ അടുത്താണ് ഈ ഇറാൻ. ഇനി ഞാൻ നിനക്ക് മറ്റേ ഈ മണ്ടന്മാർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, ഞാൻ പറഞ്ഞുതരാം. നിൻ്റെ മറ്റേ സംബന്ധികളടുത്തും പറഞ്ഞുതരാം. അപ്പം ഈ ഇറാനിൽ നമ്മളെല്ലാവരും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ട് പോയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ദുബായി പോയി കിടന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിച്ച് അവിടെ ഒരു പ്രസൻസ് ഉണ്ടാക്കി ഒരു കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പം മറ്റേ സപ്പോർട്ട് ചെയ്യണ രാജ്യവും അമേരിക്കയൊക്കെ കൂടെ യവന്മാരെ ബോംബിടാൻ തുടങ്ങി. ആ ഇട്ട ബോംബിൽ അവിടുത്തെ ഒരുത്തനെയും കൊന്ന് ഒരു സ്കൂളിലുള്ള കുറേ പിള്ളേരെ കൊന്ന്. ഇത് ഞാൻ പറഞ്ഞ്. ഇതിന് ശേഷമാണ് അവന്മാർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത് ഡിമ്മനെ നിന്ന്. അപ്പം നിനക്കെന്ത് സംഭവിക്കും? ഞാൻ പറയാം, നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ദേഷ്യം വരും. അപ്പോൾ അവർ പറയും, അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് നടക്കണമെന്ന് ഞാൻ എന്തിനു പറയണം? നീ ഒന്ന് പറഞ്ഞാണ്, നീ ഒന്ന് പറ, ഞാൻ എന്തിനത് പറയണം? ഈ ചാനലിൽ ഗാസയെപ്പറ്റി പോലും ഞാൻ മിണ്ടാറില്ല. ഇത് എന്നെ അഫക്റ്റ് ചെയ്തു പേഴ്സണലി. എങ്ങനെ? പേഴ്സണലി. അപ്പം നമുക്ക് തുറന്നൂടെ അണ്ണ? ഗാനയിൽ എന്ത് സംഭവിച്ചെന്നൊക്കെ എവിടെ നടാ പറഞ്ഞ? നീ ആരടാ? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരുപാട് മനുഷ്യരുണ്ടോ. അവിടെ നിന്നൊക്കെ വരുന്ന ഒരു റവന്യൂ സ്ട്രീം അല്ലേ നമ്മളെ നാട്, നമ്മളെ കേരളമൊക്കെ ഫ്ലറിഷ് ചെയ്യുന്നത്? ആണോ അല്ലയോ? ഒറ്റ ചോദ്യമാണ്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ നീ ഒന്ന് പേഴ്സണലി ചോദിച്ചു നോക്കണം. അവർ അങ്ങനെ അല്ല, അവർ ഓപ്പണി പറയത്തില്ല. നീ അവർക്കൊക്കെ നിനക്ക് അവിടെ പരിചയമുള്ളതൊന്ന് ചോദിച്ചു നോക്ക്, അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന്. മനസ്സിലായ? ചുമ്മാ വന്നിരുന്ന് കുരയ്ക്കല്ല്. എന്നിട്ട് നിൻ്റെ കുറേ സിമ്പന്തികൾ വന്ന് എൻ്റെ പേരിലൊരു മുഹമ്മദ് ഉള്ളതുകൊണ്ട് എന്നെ വേറെ എന്തൊക്കെയോ ആക്കി. അത് പോട്ടെന്ന് ഞാൻ വെക്കും. എന്നെ ഈ പാകിസ്ഥാനിൽ നിന്ന് വിളിക്കുന്നൊരു സാധനമുണ്ട്. നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ കാര്യമായിട്ട് പറയണം, എൻ്റെ ഫ്രണ്ടിൽ വന്നത് വിളിക്കണം. ഞാൻ എന്തു നല്ല ഇന്ത്യക്കാരനാണെന്ന് എനിക്കന്ന് മനസ്സിലാവും. ഇവിടെ ജനിച്ച് വളർന്ന് പഠിച്ച് വലുതായി ഇന്ത്യൻ പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവേഴ്സ് ലൈസൻസ്, വോട്ടേഴ്സ് ID ലിസ്റ്റ്, ഞാൻ ഉണ്ടാക്കുന്ന യൂട്യൂബ് റവന്യൂന്നും മറ്റേ പ്രൊമോഷൻസിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പങ്ക് എൻ്റെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇൻകം ടാക്സ് അടയ്ക്കുന്ന എന്നെ ഇനി ഏവനെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് വിളിച്ചാൽ ആ മാതിരി വർഗീയത കോപ്പ് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കുത്തിയിരുന്ന എല്ലാ എണ്ണത്തിനും ബ്ലോക്ക് ചെയ്യും. ഞാൻ പേഴ്സണലി ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഐ ഡോണ്ട് encourage any kind of discrimination in my comment box. ആരായാലും. ഞാൻ ഇന്ത്യയിൽ ജനിച്ച മുസ്ലിമാണ് കേട്ടോ. അതെന്നും അങ്ങനെ ആയിരിക്കത്തുള്ളൂ. കൂടുതൽ ഉണ്ടാക്കാൻ വരല്. ഞാൻ ഇറാനെ പറഞ്ഞ് എനിക്ക് പൊള്ളിയത് എൻ്റെ ലൈഫ് ഞാൻ അത്രയും നാളും ഉണ്ടാക്കിയ അത്രയും നാൾ നമ്മൾ അവിടെ ഒരു സാധനം സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ സാധനം ഒരു നിമിഷം കൊണ്ട് അത് പോയല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനാണ്. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വെറുതെ ജിയോ പൊളിറ്റിക്സ് വന്നിരുന്ന് അല്ല കേട്ടാ.
അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അടുത്ത് പറയാണ്, കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. ഈ ലോകത്ത് എന്തിനാണ് നടക്കുന്നത് ദാറ്റ് ഞാൻ അതല്ല, ഞാൻ എൻ്റെ ജീവിതം നോക്കി കിടക്കുന്ന ഒരുത്തനാണ്. അതിന് ഇഫ് യു കോൾ മീ എ സെൽഫിഷ്, യാ മാൻ ഐ ആം ഇൻ സെൽഫിഷ്. ഈ ലോകത്തുള്ള മിക്ക ആൾക്കാരും ഇത് തന്നെയാണ്. ഞാൻ അവിടെ പോയി കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളൊരു ഒറ്റ കാഴ്ചപ്പാടിലാണ് കേട്ടോ. അതാണ് പറഞ്ഞത്. അതിനൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ്. അതില്ലാത്ത ഒരുത്തൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് തലേ കയറില്ലെന്ന് എനിക്കറിയാം. ആദ്യം പോയി നീ നിൻ്റെ കാര്യം നോക്ക്. ഇറോല് പറഞ്ഞ പൊള്ളു പൊള്ളും. എൻ്റെ ഞാൻ വല്ലതും പറയും. ഞാൻ എനിക്ക് തറ സംസാരിക്കാൻ അവിടത്തുണ്ടല്ലോ. ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മളൊരു അത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഒരു എന്തെങ്കിലും രീതിയിൽ ഞാൻ ഇപ്പോൾ ഉള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ദാറ്റ് ഫോർ സമ്മൺ ഹൂ ഡസൻറ്റ് വാല്യൂ എനിത്തിങ് ഇൻ ലൈഫ്. മനസ്സിലായില്ലേ? എനിക്കതില്ല. ഞാൻ പറയും ഐ ബിലീവ് ഇൻ ഹ്യൂമാനിറ്റി. എനി ഡേ ഞാനത് പറയും, ഞാൻ എവിടെയും പറയും. ഏതൊരു റിലീജിയനും, എൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഐ സീ അനദർ പേഴ്സൺ ആസ് എ ഹ്യൂമൻ ബീങ്, നോട്ട് ആസ് എനിത്തിങ് എൽസ്. യാതൊരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ ഞാൻ ചെയ്യാറേ ഇല്ല. അത് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് എന്നെ അറിയാം. ഐ ഡോണ്ട് വാണ്ട് ടു പ്രൂവ് എനിബഡി. ഞാൻ എൻ്റെ ഇതുവരെ എൻ്റെ ഈ ചാനലിൽ ഞാൻ റിലീജിയൻ സംസാരിച്ചിട്ടില്ല. ഐ വിൽ നെവർ ഡു ദാറ്റ് ആസ് വെൽ. ഈ ഒരു സാധനം കാണുന്നവർക്കറിയാം, ബി എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞ് നിർത്തുന്നത് അതുകൊണ്ടാണ്. കുറേ അവർക്ക് ഇതൊക്കെ വെറും അടുത്ത ട്രോളാക്കാനായിട്ടൊരു സാധനം കിട്ടി എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. ആക്കിക്കോ, ഒരു കുഴപ്പമില്ല. ഐ ഡോണ്ട് കെയർ. പക്ഷെ പറയാനുള്ളത് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സമാധാനം കിട്ടും. അത്രയും ഞാൻ അവിടെ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അല്ലാതെ നീ മറ്റോ അയ്യോ ഞാൻ മാറും, എൻ്റെ മനസ്സമാധാനത്തിന് ഞാൻ പറയണം, ഇത്ര തന്നെ. ഞാൻ അത്രേ പറഞ്ഞു. ഇപ്പോൾ വർഗീയത ഉള്ളവരാണ് ഈ ലോകത്തുണ്ടെങ്കിൽ എനിക്ക് അവരുടെ പറയുള്ളൂ. 10 പേര് കണ്ടാൽ മതി എൻ്റെ ഈ ചാനൽ. അങ്ങനെ തുടങ്ങിയതാണ് ഈ ചാനൽ. പിന്നെ കുറേ പേര് ചോദിക്കും ഞാൻ ഇതിന് ദുബായി പോയെന്ന്. നിങ്ങൾ ഇത്ര നോക്കിയത് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുക. എന്തുമാത്രം വെറൈറ്റി ഓഫ് ടെക് പ്രോഡക്റ്റ്സാണ് ഞാൻ ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഈ മലയാളത്തിലെ ചാനലും എടുത്ത് നോക്ക്. ആരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങളൊന്ന് കാണിച്ചാൽ. വെറൈറ്റി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്ക്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനും ഹരീഷ് ഏട്ടനും ഒക്കെയാണ് കഷ്ടപ്പെട്ടിരുന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് അവിടെ അത് എളുപ്പത്തിൽ കിട്ടും ദുബായിലൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതില്ല. പോർട്ടുമൊക്കെ പോയ സ്ഥിതിക്ക് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ കെട്ടിക്കിടക്കുകയാണ്. എനിക്ക് ഈ ഒരു സാധനത്ത് എനിക്ക് ടോം ഹോളണ്ട് പറഞ്ഞ സാധനമാണ് പറയാനുള്ളത്. ഇഫ് യു ഹാവ് എ പ്രോബ്ലം വിത്ത് മീ, ടെക്സ്റ്റ് മീ. ഇഫ് യു ഡോണ്ട് ഹാവ് മൈ നമ്പർ, യു ഡോണ്ട് നോ വെൽ ഇനഫ് ടു ഹാവ് എ പ്രോബ്ലം വിത്ത് മീ. മനസ്സിലായല്ലേ? അതുകൊണ്ട് മറ്റേ ഈ മണ്ണാളുണ്ടല്ലേ, വർഗീയത, ഇറങ്ങിക്കോ കേട്ടോ. വേണ്ട, അൺഫോളോ ചെയ്ത് പോടെ. നിങ്ങളപ്പോൾ പറയും മാസമായിട്ട് അൺഫോളോ. പൊയ്ക്കോ, മാസോ മാസ് കൂളോ എന്തരോ ഇറങ്ങിക്കോ. വർഗീയത എനിക്ക് വേണ്ട. ഒരുത്തൻ്റെ പേര് വെച്ചും മറ്റതും വെച്ചിട്ട് ടാഗ് ലൈൻ ചെയ്ത് അവൻ ഇങ്ങനെയാണെന്ന് പറയണം ഒരുത്തൻ വയ്യ. പിന്നെ ഞാൻ പറയാം പാകിസ്ഥാനിൽ നിന്ന് വിളിക്കണവന്മാർ ഇറങ്ങിക്കോ മക്കളെ, ഇറങ്ങിക്കോ. നീ എത്രത്തോളം ഇന്ത്യനാണോ അതിൻ്റെ അപ്പുറം ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുത്തനാണ് ഞാൻ. നീ എത്ര അറിഞ്ഞാൽ മതി കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ഗൈസ്. ഐ എം വെരി സോറി. ഇത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ ഉറപ്പ് പൊട്ടായിരുന്നു, അതങ്ങ് പോയി. അപ്പോൾ എന്താണെങ്കിലും വന്നവർക്ക് താങ്ക് യു സോ മച്ച് ഫോർ വൺസ് അഗെയിൻ ഫോർ ദ കണ്ടിന്യൂസ് സപ്പോർട്ട്. ലവ് യു ഓൾ. ടേക്ക് കെയർ. ബൈ ബൈ.